ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാഹ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നത് പോലെ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് പോകാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റൊക്കെ ഞാനൊരു ഇത്തിട്ടുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഊബറിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഊബർ ആട്ടോ മെയിനായിട്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തെ സൈഡാണ് കേട്ടോ മൊത്തം അറബി വീട് വലിയ ഇതാ. പക്ഷേ എനിക്ക് എന്താ പറയുക, UAE പോയതിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഖത്തർ തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയാണ്. പിന്നെ എന്തോ ഏറ്റവും സേഫായിട്ടുള്ള, ദുബായിനേക്കാളും സേഫായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. ഒരുപാട് റഷല്ല, പിന്നെ നല്ല സേഫാണ്. നൈറ്റൊക്കെ ആയാലത് ഒരു പേടിയും പേടിക്കണ്ട. ദുബായിലും പേടിച്ചിട്ടല്ല, എന്നാലും കുറേ അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ദുബായിലൊക്കെ ഉണ്ട്. എന്നാലും അതിനേക്കാളൊക്കെ സേഫായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഖത്തർ. ഖത്തർ എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ രാജ്യമാണ്. എല്ലാ ഇതും അവർക്ക് തന്നെ അവരെ കൺട്രോളിൽ നിൽക്കാൻ പറ്റും. അത്രയും ഒരു ഇതുമില്ലാത്ത നല്ല രാജ്യം. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. എനിക്ക് ഇപ്പോഴും അവിടെ പോകാനാണ് ആഗ്രഹം. അപ്പോൾ ഇത് ഞാനിപ്പോഴും ഇന്നിങ്ങനെ പറയും കേട്ടോ, ദുബായിലും ഖത്തറിൽ പോവുക, അതാണ് അവിടെയാണ് എനിക്കിഷ്ടം എന്ന് പറയും. ഇപ്പോൾ ഇത് ഞാൻ വണ്ടിയിൽ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സെല്ലാം ഉണ്ട്, അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. പിന്നെ ഒന്ന് ജോബിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഖത്തറിലെ പ്രാന്തൻ പാലം എന്ന് പറയട്ടതിന്. കാരണം ഈ സൈഡ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊത്തം പാലമായിട്ട് ശരിക്കും മനസ്സിലാവില്ല അത് ഏതൊക്കെ റൂട്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നത്. വരുമ്പോൾ അങ്ങനെ ആ റൂട്ടിൽ അങ്ങനെ പോകും, അങ്ങനെ ഓരോ റൂട്ടിൽ പോകുമ്പോൾ ഓരോ പോകുന്നതാണ്. അപ്പോൾ ഇത് പ്രാന്തൻ പാലം എന്നാട്ടോ അവിടെ പറയുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഖത്തറിൽ ഒരുപാട് എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്ലേസും കാര്യങ്ങളും ഉണ്ട്. ഇല്ല എന്നല്ല, എങ്കിലും മറ്റുള്ള സ്ഥലത്തെ പോലത്തെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അതുപോലെ സഫാരി മാൾ, മെയിനായിട്ട് സഫാരി മാളാണ് കേട്ടോ പോവുക. വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ സഫാരി മാൾ പോകാറ്. വെള്ളിയാഴ്ച അല്ല, വ്യാഴാഴ്ച ദിവസം കേട്ടോ. കാരണം വ്യാഴാഴ്ച ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെയാണ് സഫാരി മാളിൽ പോവുക, പർച്ചേസ് ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ വെള്ളിയാഴ്ച ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പുറത്ത് പോലും സാധനം വാങ്ങിക്കലും, പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അൻസാറും ഗാലറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നുമല്ല, കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് കൂടി പിന്നെയും പോകണം എന്നുള്ള ഇതിൽ. അപ്പോൾ അങ്ങനെ ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നൈറ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വൈകുന്നേരം വന്നതിന് ശേഷം കുളിക്കലും എന്താ പറയുക നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് ചൂടാക്കാൻ വെച്ചു കേട്ടോ. അവർ ചൂടാക്കിയിട്ടുണ്ട് തരണമെങ്കിലും ഒന്ന് ഇതാക്കാൻ വെച്ചിട്ടായിരുന്നു. പിന്നെ മയണൈസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടാക്കുക ചെയ്തിട്ടാ. അപ്പം അങ്ങനെ ഇതാ ഗ്രേവിയും ഇതും ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ കുബൂസ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ സാലഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നൈറ്റ് ഫുഡ് അതൊക്കെ ഉണ്ട് കഴിഞ്ഞത്. പിന്നെ ഇത് പിറ്റേ ദിവസം ഒരു വരികയാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാൻ അതുപോലെ ഉച്ചയ്ക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുരുമുളകും ഏലക്കായും പട്ടയും ക്യാപ്സിക്കം ഉണങ്ങി നാരങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കാരണം ഇത് ഞാൻ നാട്ടിൽ എപ്പോഴും ഞാൻ മന്തി ഉണ്ടാക്കാറുള്ളതാണ്. പിന്നെ ഈ മന്തിൻ്റെ മസാല ഞാൻ പൊടിച്ചെടുത്താണ് കേട്ടോ. അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ പൊടിച്ചെടുത്ത തന്നെയാണ്. പിന്നെ അതേ ചിക്കന് ഇട്ടിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലും ഉപ്പും ഒക്കെ ഇട്ടിട്ട് എല്ലാം കൊണ്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ബിരിയാണി വെക്കുന്നതിനേക്കാളും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മന്തിയാണ്. പക്ഷേ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, നമുക്കൊരു ലിമിറ്റല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ എന്തോ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് അവിടെ കിട്ടാറില്ല കേട്ടോ. അതെന്താ ഈ പാത്രത്തിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ മന്തി റൈസ് ഞാൻ എപ്പോഴും നാട്ടിൽ മന്തി റൈസ് വെച്ചിട്ടുണ്ടാക്കുക. എനിക്കിതവിടെ സാധാ അരിയാണ് കിട്ടുന്നത്. സാധാ അരി മീൻസ് ബിരിയാണി അരി ഉണ്ടല്ലോ, ബസുമതി റൈസ്. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കണോണ്ടാണ് തോന്നുന്നുണ്ട്, എനിക്ക് അത്ര പെർഫെക്ഷൻ ഇല്ല. പിന്നെ ഇതേ ഞാൻ എനിക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈരും തക്കാളി സവാളയും മല്ലിച്ചപ്പും കുറച്ച് ചെറുനാരങ്ങയും കൂട്ടിയിട്ട് വെളുത്തുള്ളി ഇട്ട് മിക്സിലടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ ചട്നി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ആസ് യൂഷ്വൽ ഞാൻ അവിടെ ചിക്കനിലിട്ട് വേവിച്ചിട്ട് ചിക്കൻ വെന്തപ്പോൾ അതെടുത്തിട്ട് ഇന്ന് കുറച്ച് പുറത്ത് വെക്കുന്നുണ്ട്. കാരണം ചിക്കന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, റൈസ് ഈ ബസുമതി റൈസ് ആയതുകൊണ്ടാണ് തോന്നുന്നത് നമ്മളെ നാട്ടിലത്തെ ഇതിൻ്റെ അത്ര രണ്ട് ടേസ്റ്റിൽ കിട്ടുന്നില്ല. പിന്നെ ഇത് ഞാൻ എടുത്ത് വെച്ച് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മന്തി മസാലയും ഒക്കെ ഇട്ടിട്ട്
ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മളെ ഇവിടെ ഇതിൻ്റെ റൈസ് വെള്ളത്തിൽ ഞാൻ അരി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊക്കെ വെള്ളമൊക്കെ വറ്റിയപ്പോൾ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുത്താൽ ഒന്നും മുരിഞ്ഞു പോയിന്നുള്ളൂ. പിന്നെ ചാർക്കോൾ ഇതാ ഇവിടുത്തെ ചാർക്കോളിനേക്കാളും അത്ര ഇത് നല്ലതൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് കത്തി പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.